സുധാ മാഡം VMCയിലെ മെഡിറ്റേഷൻ ചെയ്തിട്ട് മാഡത്തിലുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാ? എനിക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ടായി. സീമാജിക്കും ബ്രഹ്മശ്രീ പിതാമഹ പത്രിജിക്കും സകല ദിവ്യാത്മ സ്വരൂപർക്കും പരമഗുരുക്കന്മാർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്ക് ഇതിലോട്ട് വന്ന് പിന്നെ ആദ്യമൊക്കെ എനിക്ക് പറഞ്ഞ പോലെ ഇരിക്കുമ്പം ചിന്തകളും കാര്യങ്ങളൊക്കെ പറയൂട്ടാ, ചിന്തകളും ഇതൊക്കെ വരുമായിരുന്നു. അതെല്ലാം പിന്നെയും അങ്ങനെ ഇരുന്നിരുന്നു കുറേ സമയം. അങ്ങനെ എനിക്ക് ഒത്തിരി സമയം ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കത്തോളം സമയം ഇരുന്നു പെർഫെക്റ്റ് ആയിട്ടിരുന്നു അല്ലേ? അതിലൂടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? എന്ന് പറയാനായിട്ട് എനിക്ക് തലവേദന ഒന്നിക്കൊന്നരാടെന്ന് പറഞ്ഞുകൊണ്ട് എന്നും തലവേദനയായിരുന്നു. അത് എനിക്ക് മാറിക്കിട്ടി. പിന്നെ എനിക്ക് ഈ നടുവിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഷിയാറ്റിക്കാന്ന് പറഞ്ഞ അതിങ്ങനെ ഭയങ്കര വേദനയായിരുന്നു, ഇങ്ങനെ പിടിച്ചു വെക്കുന്ന പോലെ. അപ്പൊ അത് എനിക്ക് മാറി കിട്ടി. എങ്ങനെ മാറിയെന്ന് എനിക്ക് തന്നെ കുറെ നാൾ എനിക്ക് വേദനയിലും ഒന്നുമില്ല. അപ്പൊ എനിക്ക് തന്നെ ധ്യാനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വിരലിന്റെ ജോയിന്റ്സ്, കൈയുടെ വിരലിന്റെ ജോയിന്റ്സിന് സ്വെല്ലിങ് പോലെ മടക്കാനൊക്കെ ബുദ്ധിമുട്ട് പോലെയൊക്കെ വന്നായിരുന്നു. അതൊക്കെ എങ്ങനെ മാറിപ്പോയെന്ന് എനിക്കെന്നെ അറിയില്ല. പിന്നെ ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു എനിക്ക്. അത് പണ്ടൊക്കെ ഇങ്ങനെ കുട്ടികളായിരിക്കുമ്പോൾ നന്നായിട്ട് കിടന്നുറങ്ങുന്ന അതൊക്കെ ഇങ്ങനെ എനിക്ക് അങ്ങോട്ട് ഓർക്കുമ്പോൾ കുതി വരുമായിരുന്നു. അതുപോലെ എനിക്ക് ഭയങ്കര ഉറക്കം. അതെല്ലാം കഴിഞ്ഞ് ആ ഉറക്കമില്ലായ്മ പോയി. അങ്ങനെ ഉറക്കമില്ലായ്മ വരുമ്പോ കിടന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചങ്ങ് കിടന്നു. അങ്ങനെ അതും എനിക്ക് ഒത്തിരി ക്ലിയറായി. പിന്നെ എനിക്ക് അതുപോലെയുള്ള ഒരുവിധം അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം എനിക്ക് മാറി. പിന്നെ മനസ്സിനൊരു സന്തോഷം ഇതൊക്കെ കിട്ടി. ഞാൻ 2022 നവംബർ 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ ഈ 1.5 വർഷം നിരന്തരം ഒരു ദിവസം പോലും മുടങ്ങാതെ ധ്യാനം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദിവസം അങ്ങാണ്ട് മുടങ്ങിയിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എന്നാലും ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഒരു പേടി പോലെ, ഞാൻ പറഞ്ഞ ഡാർക്ക് ഫോഴ്സിന്റെ പിടിപ്പെട്ട പോലെ ആയിരുന്നു ഒരു പ്രാവശ്യം. ഞാനിങ്ങനെ ഒരു എന്നുവെച്ചാൽ അമാവാസി ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരിക്കൽ കുട്ടികളുടെ ഇതിൽ വെച്ചിട്ട് സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയി. സിനിമയിൽ എനിക്ക് അതിലെ ഒരു ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ എനിക്ക് അങ്ങോട്ട് ഒരു പേടി കയറിപ്പോയി. ആ പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പേടി. എനിക്ക് പിന്നെ ധ്യാനത്തിന് ഇരിക്കാനൊരു പേടി പോലെ. അപ്പൊ എനിക്ക് ഞാൻ എന്നാലും വിടാതെ കുറച്ച് സമയം അത് ചെയ്തു. ധ്യാനം ചെയ്ത് ഒരു കച്ചിത്തിരുമ്പ കിടക്കണ പോലെ വിടാതെ പിടിച്ചു കിടന്ന് അതിൽ പിടിച്ചു കയറാൻ പറ്റിയല്ലേ? അല്ലാതെ പേടി വന്നു വെച്ചിട്ട് ധ്യാനം ഉപേക്ഷിച്ചവർക്ക് കയറാൻ പറ്റില്ല. എനിക്ക് ഉപേക്ഷിച്ചാൽ എനിക്കിത് പോയി, എനിക്കിത് വിട്ട് കളയാൻ ഒരിക്കലും ആഗ്രഹമില്ല. അപ്പൊ ഞാന് അങ്ങനെ കുറച്ച് സമയമെങ്കിലും അതങ്ങനെ സമയം 10 മിനിറ്റ് വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഞാൻ പേടി വരുന്ന സമയത്ത്. അപ്പം എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. പിന്നെ പേടി വന്നോ? പിന്നെ എനിക്ക് അത് കംപ്ലീറ്റ് മറന്നുപോയി. അതാണ് മാഡം, ഇപ്പൊ ഇത് കേൾക്കുന്നവര് പലരും പേടി വരണമെന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യും. അയ്യോ പേടിക്കുന്നു, കണ്ണടച്ച പേടിയെന്ന്. പക്ഷെ ആ പേടി വരുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മെഡിറ്റേഷൻ കാരണമാണ് മാഡത്തിന്റെ ഉള്ളിൽ പേടി ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണം? ആ പേടി ഉള്ളതെന്ന് മനസ്സിലാക്കി തന്ന അതേ ധ്യാനം തന്നെ, അതേ ശൂന്യം തന്നെ ഈ പേടിയെ ധൈര്യമാക്കി മാറ്റും. അപ്പൊ അതിനെ കംപ്ലീറ്റ് തുടച്ചു കളയാൻ കൂടുതൽ സമയം ധ്യാനം ചെയ്യാം. വിടരുത്. ഇപ്പൊ മാഡം ചെയ്ത പോലെ കച്ചിത്തുരുമ്പനെ പോലെ പിടിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മെല്ലെ ഇല്ലാതെയാവും. അത് വിശ്വാസമായില്ലേ? പേടി വരെ മാറുന്നുള്ളത് വിശ്വാസമായി. പിന്നെ മോളുടെ കല്യാണം വരുന്നുണ്ട്. അപ്പൊ അതിന്റേതായ കുറെ ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. പൈസ പ്രശ്നമല്ലേ? പക്ഷെ എനിക്ക് എന്നാലും അല്ലാത്തൊരു ധ്യാനം ഇല്ലാത്തൊരു സമയത്ത് ആയിരുന്നെങ്കിൽ ഞാൻ ഈ സമയത്ത് ടെൻഷൻ അടിച്ച് വീണുപോയി. അതുപോലത്തെ ഒരു അവസ്ഥ. പക്ഷെ എനിക്ക് അങ്ങ് ടെൻഷൻ അങ്ങനത്തെ വരുന്നില്ല. ടെൻഷൻ ഇപ്പൊ എനിക്ക് മനസ്സിനൊരു സന്തോഷം. എവിടെ എങ്ങനെ നടക്കും കാര്യം നടന്നു പോകണ്ട. നമ്മുടെ കയ്യിലൊന്നും വെച്ചിട്ടൊന്നും അല്ല. പക്ഷെ കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പൊ എല്ലാം നമ്മുടെ ആൾക്കാരാണേലും ഒക്കെ നമ്മൾക്ക് ഹെൽപ്പിന് വരുന്നു. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് മാഡം. അത് അങ്ങോളം അത് ഏറ്റവും ഭംഗിയായി പരമാവധി ഭംഗിയായി നടക്കുക. അങ്ങനെ തന്നെ നടക്കുക. ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടും. ധ്യാനം ചെയ്തു പോകൂ മാഡം. ധ്യാനത്തിനായി ധ്യാനം ചെയ്യൂ. ബാക്കിയുള്ളതൊക്കെ എല്ലാ പ്രകൃതി സഹകാരം ഉണ്ടാവും കേട്ടോ. താങ്ക് യു മാ.